അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ ഫർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു ഖാല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുർനി ബിശൈഇൻ അഖൂലുഹു ഫഖാൽ إذا آويت إلى مضجعك فقرأ قل يا أيها الكافرون إلى خاتمتها فإنها براءة من الشرك. رواه أبو داود والنسائي رحمة الله عليهما. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി പാരായണം ചെയ്യാറുണ്ടായിരുന്ന 8 സൂറത്തുകളിലെ രണ്ടാമത്തെ സൂറത്തുൽ കാഫിർ, നമുക്കൊക്കെ അറിയാവുന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ സംബന്ധിച്ചാണ് ഈ ഹദീസിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെ സംബന്ധിച്ച് പറയാനുള്ള കാരണം, ഒരു വിശ്വാസി മുഅ്മിനായ ഒരാൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്, അല്ലെങ്കിൽ വലിയ ദുആ നിർവഹിക്കേണ്ടത് ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ ആയത്ത് നമുക്കൊക്കെ പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. തൻ്റെ മകനോട് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ച ഉപദേശങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. കുഞ്ഞു മകനെ, ശിർക്ക് ചെയ്യരുത്, അതാണ് അക്രമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം എന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഒരു ക്യാൻസർ വന്ന് 4 സ്റ്റേജ് കഴിഞ്ഞാൽ പോലും ഇത്രയധികം ഭയക്കേണ്ടതില്ലാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ് ശിർക്ക് ഭവിക്കുക എന്നുള്ളത്. സീരിയസ് ആണ്. 39-ാമത്തെ സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക. റസൂലേ, നിങ്ങൾക്ക് മുൻപുള്ളവർക്കൊക്കെ നൽകിയ താക്കീദിൽ അതീവ ഗുരുതരമായ താക്കീത്, ശിർക്ക് വന്ന് ഭവിച്ചാൽ താങ്കളുടെ കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോവുകയും നഷ്ടക്കാരിൽപ്പെട്ടു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകിയ വലിയ ജാഗ്രത ശിർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. സൂറത്തുൽ കാഫിറൂന്റെ സവിശേഷതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 8 സൂറത്തുകൾ പൂർണ്ണമായി ഓതുന്നുവെങ്കിൽ അതിൽ സൂറത്തുൽ കാഫിറൂൻ ഉൾപ്പെടുത്താനുള്ളത് എന്താ നോക്കിയാൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അദൽതു ലഹു ബിറുബിൽ ഖുർആൻ. ആരെങ്കിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നത് ഓതുകയാണെങ്കിൽ അയാൾ ഖുർആനിൽ നിന്ന് 4-ൽ 1 ഭാഗം, 4 ഭാഗം രക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയ പ്രതിഫലം ഉണ്ടാകും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫീ റഖഅതൈ അൽ ഫജ്ർ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന് മുമ്പുള്ള നമസ്കാരത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതാറുണ്ടായിരുന്നു. മറ്റൊരു ഹദീസിലുള്ളത് യഖറഉ ബിഹിമാ ബിർറഖഅതൈ ഖബ്ലൽ ഫജ്രി വറഖഅതൈൻ ബഅദൽ മഗ്രിബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന് മുമ്പുള്ള 2 റക്അഅത്തിലെയും അതുപോലെ തന്നെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അഅത്തിലെയും ആദ്യ റക്അഅത്തുകളിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും സൂറത്തുൽ കാഫിറൂൻ ഓതാറുണ്ടായിരുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസിൽ കാണാൻ പറ്റും ഖറഅ ഫീ റക്അഅതി അത്ത്-തവാഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫിൽ നറൽ ബഅദ തവാഫി ഇൻദ മഖാം ഇബ്രാഹിം, തവാഫ് കഴിഞ്ഞതിന് ശേഷം മഖാം ഇബ്രാഹിമിന്റെ പരിസരത്ത് നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുക എന്ന സുന്നത്തിൽ ആദ്യ റക്അത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ബിസൂറത്തി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്താകുന്നു. ഇതിങ്ങനെയൊക്കെ ഓതാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മുർനി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു കൽപ്പന തന്നാലും, എന്തെങ്കിലും ഒരു കാര്യം എന്നോട് കൽപ്പിച്ചാലും പറഞ്ഞാലും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ആവൈത ഇലാ മദ്ജഅക, നീ നിന്റെ ഉറക്കറയിൽ അല്ലെങ്കിൽ കിടക്കാനുള്ള വിരിപ്പിൽ, ബെഡിൽ, പായയിൽ, തലയണയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി എത്തിക്കഴിഞ്ഞാൽ
അപ്പോൾ നീ ഓതുക ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തിലെ മുഴുവൻ ഭാഗവും ഇലാ ഖാതിമത്തിഹ, അതിന്റെ അവസാനം വരെ കുറഞ്ഞ ആയത്തുകളേ ഉള്ളൂ. ആ ആയത്തുകൾ ഓതിയാൽ എന്താ അതുകൊണ്ടുള്ള ഗുണം? ഫഇന്നഹാ ബറാഅത്തും മിനശ് ശിർക്ക്, തീർച്ചയായും അത് ശിർക്കിൽ നിന്നുള്ള മോചനമാണ്. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ഉപകരിക്കും, അത്ര ശക്തമാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും അശദ്ദു ഗൈദുൻ ലിൽ ഇബ്ലീസ്, അല്ലെങ്കിൽ അശൈത്വാൻ, ശൈത്വാന് ഏറ്റവും കൂടുതൽ കോപമുള്ള ഒരു സൂറത്താണ് അത്രേ സൂറത്തുൽ കാഫിറൂൻ. അത് കേൾക്കുന്നതോടുകൂടി അവൻ വിളറി പിടിക്കും. കാരണം എന്താ? വളരെ ശക്തമായി ഖുറൈശി പ്രമുഖരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രബോധനം ഒന്ന് മയപ്പെടുത്തുകയും ഒന്ന് അയവുവരുത്തുകയും ഞങ്ങളോട് ഒരു ചെറിയ ലേഖവത്വം കാണിക്കുകയും ചെയ്താൽ മറ്റുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാലോ, ഇതാ മുഹമ്മദ് നബിയും ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്, നിങ്ങൾ അത്ര വലിയ കടുത്ത രൂപത്തിലുള്ള വിമർശനങ്ങളൊന്നും ഉന്നയിക്കേണ്ടതില്ല, അതുകൊണ്ട് നമുക്കൊന്ന് സമരസപ്പെട്ടിട്ട് ഒപ്പിച്ചിങ്ങനെ പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പൂർണ്ണമായും അവരുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപനം ചെയ്യുകയുണ്ടായി. നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗം, എനിക്ക് എൻ്റെ മാർഗം, ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുകയോ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തിയ സൂറത്താണ് ഇത്. അതൊരാൾ പതിവാക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഉറങ്ങുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം ഓതുകയെങ്കിലും ചെയ്താൽ അയാൾക്ക് ശിർക്കിൽ നിന്ന് മോചനമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കുന്ന സൂറത്തുകളിൽ അത് ഉൾപ്പെടുമെങ്കിലും അതിന്റെ ഗൗരവം മനസ്സിലാക്കി തുടർന്നുള്ള ജീവിതത്തിൽ ഉൾപ്പെടുത്താനും ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അവനവന്റെ ജീവിതത്തിലോ കുടുംബത്തിലോ സന്താന പരമ്പരയിലോ വരാതിരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുവഹ്ഹിദുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ അബദ്ധങ്ങളും അനർത്ഥവും തെറ്റും കുറ്റവും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യവും ആഫിയത്തും നൽകി അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരാളുടെ സഹായം കൂടാതെ അവനവന്റെ കാര്യങ്ങൾ ഇബാദത്തും മറ്റിതര കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന സിഹത്തും താക്കത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്കിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.